ഇനി തേർഡ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ബി ഐ മൊബൈൽ ആപ്സ്. മൈക്രോസോഫ്റ്റ് പവർ ബി ഐ ഓൾറെഡി പവർ ബി ഐ എന്നുള്ള ഒരു മൊബൈൽ ആപ്പ് ആൻഡ്രോയിഡിലും മറ്റുള്ള OS-കളിലൊക്കെ അത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആപ്പാണ്. അപ്പോൾ നമ്മൾ വൺസ് നമ്മളെ പവർ ബി ഐ നമ്മുടെ സർവീസിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൊബൈൽ വേർഷൻസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. വൺസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ആക്സസ് ദാറ്റ് ആപ്പ് ത്രൂ മൈക്രോസോഫ്റ്റ് പവർ ബി ഐ മൊബൈൽ ആപ്പ്. പിന്നെ നമുക്ക് വരുന്നത് പവർ ബി ഐ റിപ്പോർട്ട് സെർവറാണ്. അതായത് പവർ ബി ഐ സർവീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ക്ലൗഡ് ബേസ്ഡ് സർവീസാണ്. അതിന് നമുക്ക് സ്പെഷ്യൽ ചാർജൊക്കെ വരുന്നുണ്ട്. അത് നമുക്ക് ഒരു ഗ്ലോബൽ, അതായത് ഒരു വെബ് അഡ്രസ്സ് പോലെയാണ്, ഒരു വെബ് ലിങ്ക് പോലെയാണ് അത് വർക്ക് ചെയ്യുന്നത്. എന്നാൽ നമുക്ക് ഓർഗനൈസേഷൻ അകത്ത് നമുക്ക്, അതായത് ക്ലൗഡിലേക്ക് പബ്ലിഷ് ചെയ്യാതെ നമുക്ക് ഇൻറ്റേർണലി നമുക്ക് ഈ പവർ ബി ഐ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമുക്ക് മറ്റ് യൂസേഴ്സിനൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പവർ ബി ഐ റിപ്പോർട്ട് സെർവർ എന്നുള്ള ആ ഒരു ടൂൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, നമ്മൾ ഇൻറ്റേർണൽ, അതായത് ഓർഗനൈസേഷൻ അകത്ത് നമുക്ക് ലോക്കലി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടൂൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പവർ ബി ഐ ഡാഷ്ബോർഡ്സ് മറ്റുള്ള യൂസേഴ്സിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണത്, ഷെയർ ചെയ്ത് കൊടുക്കുന്നത്.